वीडियो बंद करे। ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ മാൽപ്പയിൽ നിൽക്കണം കേട്ടോ, ഉടുപ്പിയിലാണ്. ഇവിടെ നമ്മൾ സെയിൻറ്റ് മേരീസ് ഐലൻഡൊക്കെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ സ്ട്രീറ്റ് ലൈഫ് എൻജോയ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ പോയി ഇവിടെ വരുന്ന തൊട്ട് കണ്ടിട്ടോ. ഓക്കെ, ഫുഡ് അങ്ങനെയുള്ള നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഉപ്പുവെള്ളം മുഴുവൻ, കടലിൽ ഉപ്പുവെള്ളം മുഴുവൻ ഞങ്ങളുടെ മേത്തുണ്ട്. ഞങ്ങളുടെ എല്ലാ റൈഡേഴ്സിന്റെ മേത്തുണ്ട്. സൂപ്പർ. ഫുഡ് അടിക്കാൻ ബസ് നോക്കി കഴിക്കണോട്ടാ, അല്ലെങ്കിൽ പണി കിട്ടും. ഇല്ലടാ, ചായ വടാപ്പോ കുഴപ്പമില്ല. എവിടെ സാധനം? 20 ഒരു പീസ് 20. ഒരെണ്ണം വാങ്ങി ട്രൈ ചെയ്യ്, എന്നിട്ട് വാങ്ങിയാൽ മതി. ഉപ്പ് സോഡ ഉണ്ടോ? ഉപ്പ് സോഡ എത്ര? ഉപ്പ് സോഡ 20. lemon juice 20 rupees, lemon soda 30 rupees. lemon soda 30 rupees. സോഡ ഇട്ട ഉപ്പ് സോഡ 30 രൂപ. ഉപ്പ് സോഡ कितना? കേരളത്തിലല്ല. നൈസ് വൈബ് അല്ലേ ഇത്? പിന്നെ ആകെ നമ്മൾ 20 പേരുള്ളതുകൊണ്ട് 150 രൂപ കിട്ടി. കുഴപ്പമില്ല, പൊടിയായിരുന്നു. ഡസ്റ്റൊക്കെ അടിച്ച് വീടിനൊക്കെ ഇങ്ങനെയൊക്കെ പേടിച്ച് ഞാൻ നിന്റെ ബോഡി നിൽക്കണമെന്ന് എടുക്ക. പോയാലും ക്യാമറ ഇടൂല. അതൊക്കെ അത്രേ ഉള്ളൂ. എപ്പോ എന്താ ഗോലി സോഡ ഉണ്ട് അടുത്ത സാധനം. വലിച്ചു കൂടി എന്താണ് മസാല? എന്ത് സാധനമായിരുന്നു? മോനു കഴിക്കണ്ടോ? എന്റെ കൈ കൊള്ളണം. ചൂടുണ്ട് കടിക്കും. അത് എങ്ങനെ വെച്ചണ്ട കറുത്തിരിക്കണോ ഞാൻ? കയ്യിലെടുത്ത് കഴിക്കണം. നമ്മൾ മട്ക സോഡ അടിക്കണേ. മട്ക സോഡ മസാല കിട്ടുന്നുണ്ടോ? മട്ക സോഡ കുറച്ച് കുടിച്ചാൽ മതി. ടേസ്റ്റ് നോക്കിയാൽ മതി. ടേസ്റ്റ് നോക്ക് ചെറുതായിട്ട്. മധുരാണോ ഉപ്പാണോ? കുറച്ച് കുടിച്ചു, ഒരു സിപ്പ് ഇടും. എന്നിട്ട് മനസ്സിലായില്ലേ? പാനിപൂരി എല്ലാം കൂടി എരിവില്ലല്ലേ? അവിടെ ഇങ്ങനെ മിക്ക സാധനം ഓരോന്ന് ട്രൈ ചെയ്യുന്നത്, അതാകുമ്പോ വലിയ ഇമ്പാക്ട് ഉണ്ടാവില്ല. എനിക്ക് മസാല ഒന്നും ഇഷ്ടമല്ല. കുടിച്ചത് ഇറക്ക്.
അപ്പോൾ മഡ് നമുക്ക് എടുക്കാൻ പറ്റും. Hello, brother. Find the change. ഗെയിമിംഗ് ഉണ്ട് കേട്ടോ. എത്ര രൂപയെന്ന് എടുക്കാം. പക്ഷേ വേണ്ട പൊട്ടം കളിക്കല്ലേ, ശോകമാണ്. എടാ എടുക്കൂ എടാ ശോകം പരിപാടി വേണ്ട. ബൈ കോൺസൈ വിച്ചിക്ക് ബ്രോ വിച്ചിക്ക് ഫോർസ വിച്ചിക്ക് गेम नेम पता नहीं तुम्हारा शॉप नहीं. ഓക്കെ ബൈ. അയാളുടെ അടുത്ത് ഏത് ഗെയിമാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? നല്ല വല്ല ഗെയിമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാറുണ്ട്. ഇത് വന്നേ. ഇവിടെയൊക്കെ ഫുഡ് സ്ട്രീറ്റ് ഉണ്ടോ ഫുള്ള് നമുക്ക് ഫുഡ് ഐറ്റംസ് ആണ്. ഐസ്ക്രീം വാങ്ങിയല്ലേ, അതാണ് നല്ലത്. വേണ്ട കഴിച്ചോ. కొంచెం తమిళ్ తెలుగు में కొంచెం बोलता है. తెలుగు में ओके. എനിക്ക് ഏക്കർ 90 അല്ലേ? इधर कितना साल हो गया बिजनेस? तुम्हारा शॉप है? नहीं ओनर ओनर. ओके. हाँ 800 मैडम. अन्ना अरे सर वीडियो ശരി വാ വന്ന് 800 സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് വീട്ടിൽ പോവാ. എത്രയാണ്? 50 ഗ്ലാസ് ഇതെത്ര? ഓ വണ്ടി അണ്ണനും ഡൈപ്പാണിത്. ഇവിടെ 50 രൂപ 50 കോപ്പിലേക്കാ. इधर 100 അവിടെ വല്ലില്ല പോ. ഇത് ചെറിയ എടാ ഈ പ്ലെയിൻ കസിട്ട് എങ്ങനെയുണ്ട്? ഇതിന് 800 ഇതിന് ഇതിന് 800. ഇത് അണ്ണേ 50 രൂപക്ക് തരാന്ന് പറഞ്ഞു. 50 രൂപക്ക് തരാന്ന് പറഞ്ഞു. अरे चटा वीडियो बंद कर. A few minutes later. ഇവരങ്ങനെ കമ്മല് വാങ്ങാൻ വന്നിട്ടോ. കാക്കാക്കുട്ടി കല്ലിട്ട പോലെ ഉണ്ട്. ഞാൻ കൂടി നിന്ന് ബെഗില് പിടിച്ച് ഇതല്ലേ കമ്മല് വാങ്ങാൻ. എങ്ങോട്ട് പോണ്? ഇവിടുത്തെ ആൾക്കാർ ഇത്തിരി ബാഡുണ്ട്. അപ്പം നിങ്ങൾ വരുമ്പോൾ ഒന്ന് സൂക്ഷിച്ചേക്കുക. ഒരു ബിസിനസ് മൈൻഡ് ആയതുകൊണ്ടേ ഓവർ റേറ്റ് പറഞ്ഞു. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന് നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ട ക്ലിപ്പിൽ കണ്ടല്ലോ. അവൻ ഭയങ്കര റേറ്റാണ് പറയുന്നത്. നമ്മൾ 100 രൂപ കണ്ട സാധനമൊക്കെ വന്ന് 400 രൂപയൊക്കെ പറയാം ബാഗിനൊക്കെ ലേഡീസിൻ്റെ ഐറ്റംസൊക്കെ. പിന്നെ ഒരു ബാഗിന് 800 പുറമാണ്. അപ്പുറത്തെ കടയിൽ 50 രൂപ വരാന്ന് പറഞ്ഞ ക്ലാസ് ഇപ്പുറത്ത് 100 രൂപ. അങ്ങനെ ഞാൻ ഫണ്ണി ആയിട്ടാണ് ആ ഒരു ഇത് ചെയ്യാൻ ശ്രമിച്ചത്. അയാൾക്ക് ചിലപ്പോൾ ബാഡായിട്ട് തോന്നിയിട്ടുണ്ടാകും, ചിലപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് വല്ല തെറ്റുണ്ടാവും, എനിക്കറിയില്ല. പുള്ളി ക്യാമറ കയറി പിടിച്ചത് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഒന്ന് ചൂടായി ചെറുതായിട്ട്. അപ്പം തന്നെ അവൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം തന്നെ നമ്മൾ താഴണമല്ലോ, നമ്മൾ താഴ്ന്നു. നമ്മൾ പുറത്തുനിന്ന് ആളല്ലേ, ദേഷ്യം കൺട്രോൾ ചെയ്യണം. ഇവിടെ നമ്മുടെ ദേഷ്യം പ്രകടിപ്പിച്ച് അവനെ ഇടിച്ചെന്ന് വെച്ചാൽ ഞാനിവിടെ നിന്ന് മര്യാദക്ക് പോകും. അല്ലെങ്കിൽ എന്തെങ്കിലും സീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഷോ വരും. പുറത്തുനിന്ന് കൊണ്ട് എല്ലാവരും അവർക്കേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അങ്ങനത്തെ ഷോ പൊട്ടിക്കഴിഞ്ഞാൽ ഷോകമാണ്. ക്യാമറയൊക്കെ അടിച്ച് കയറി പിടിച്ച് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവനാണെങ്കിൽ ഓഫ് ചെയ്യാൻ പറയാം. അവൻ ഓഫ് ചെയ്യാന്നൊക്കെ പറയട്ടെ. തമാശയൊക്കെ അത് തിരിച്ച് കളിച്ചേക്ക്. ചിലപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് അറിയാം, എൻ്റെ ആയിരിക്കുമല്ലോ. ക്യാമറ എടുക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ, അത് ഞാനും മനസ്സിലാക്കണമായിരുന്നു. അപ്പോൾ ഇനി ഇപ്പോൾ മാക്സിമം നോക്കിയും കണ്ടൊക്കെ എടുക്കുള്ളൂ. എല്ലാവർക്കും ക്യാമറ ഇഷ്ടപ്പെട്ടില്ലല്ലോ.
ആദ്യം അയാൾ ചിരിച്ചും കളിച്ചൊക്കെ നിന്നപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നി. ഞാൻ പേരൊക്കെ പറഞ്ഞു. ചിലപ്പോൾ ഓവർ പ്രൈസിങ് പറയാനുണ്ടായിരിക്കും, അവൻ ക്യാമറ ഓഫ് ചെയ്യുക അങ്ങനെയൊക്കെ. ജസ്റ്റ് കയറി പിടിച്ചതാണ്, പിടിച്ചിങ്ങനെ വലിച്ച്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വെടി വെക്കണം, എനിക്കൊരു വെടി വെക്കണം. എത്രയാടാ തീർന്നു. എന്താ അടിച്ചു തീർന്നു. നമ്മളങ്ങനെ ഇവിടെ ഷോപ്പിംഗ് ആണ്. ചേട്ടാ ഷുഗർ കേക്ക് എന്നിട്ട് എല്ലാ ഒരെണ്ണം വാങ്ങിയാൽ ഷെയർ കിട്ടും. അല്ലെങ്കിൽ വയറിന് പണി കിട്ടി കഴിഞ്ഞാല് ക്യാമറ എന്തിനാണ് എന്നെ നാക്കുന്നറിയാലോ, എനിക്കൊന്നും എന്റെ ജീവനാണ് പോയത്. സാറ് വേണ്ടി വെച്ചെടുക്കണ്ട. വെക്കടി ഉള്ളകളിയാണുള്ള അഖിൽ സാർ വേറെ വൈബുണ്ട്. എന്താണ് സാറിനെ കുറിച്ച് പറയാനുള്ളത്? അഖിൽ സാറിനെ കുറിച്ച് പറയാനുണ്ട്. ഞാൻ കുടിച്ച കരിമ്പിൻ ജ്യൂസ് ഇതല്ല, പച്ച ഷേക്ക്. ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടമായില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കുഞ്ഞിന്റെ ഫേവറേറ്റ് ഇഷ്ടപ്പെട്ടോ? കുഞ്ഞിന്റെ ഫേവറേറ്റ് ഇഷ്ടപ്പെട്ടോ? തുറക്കാനാണോ? തീർന്നാളാ എടാ സാധനം ഉണ്ടോ ഇനി? ഒരെണ്ണം കൂടിട്ട് ചേട്ടാ വെടി വെച്ച് കളിയാ. എന്നെന്തെങ്കിലും ചെയ്തു. ഇവന്മാരെന്നെ കൊല്ലണം. കുറെ നാളത്തെ ഓർമ്മകൾ പണ്ട് പെരുന്നാളിനെ കൊണ്ട് തന്നെയാണ് പരിപാടി. തീർന്നോ? ഇത് തീർന്ന ഇത് ഉപയോഗിച്ചാൽ മതിയല്ലേ? ഇല്ലടത് എല്ലായിടത്തും കിട്ടോടെ, എറണാകുളത്ത് കിട്ടും. റേറ്റ് കൂടുതൽ ശരി. എത്ര ഇത്? താടി വെടിവെച്ച് തരും വീശവ്. സാറിന് വെടിവെച്ച് തരും താടി തീപ്പൊരി. എനിക്ക് അവിടെ ചെല്ലുമ്പോ നല്ല കിട്ടും എന്നിട്ട് ഞങ്ങളുടെ ചൂടികൾ നല്ലോണം കിട്ടും. ഞാൻ അവിടെ മേടിച്ചു കൊടുത്തല്ല, തിന്നാൻ മേടിച്ചു കൊടുത്തല്ല.
ഓക്കെ മേടിച്ചു അങ്ങനെ കുഴപ്പമില്ല എല്ലാവരും ചേർത്ത് നീ താടിക്കിട്ട് ഞാൻ അറിഞ്ഞോണ്ടല്ല പകരം വിടാൻ പറ്റൂല താടിയില്ല. വന്നിട്ട് വേണമല്ലോ ഇരുത്തിയങ്ങ് അപമാനിക്കണ പാൽപെട്ടിട്ട് ബുക്ക് കിട്ടിയത് താടിയിലെന്ന് പറഞ്ഞ് ഇരിക്ക് കിട്ടി സമ്പാദം. ആ നല്ല റേറ്റ് അറിയാം, നിനക്ക് വാങ്ങി വാങ്ങിക്കോ. കാരണം സീ ഫുഡ് നല്ല റേറ്റ് ആയിരിക്കും. സീ ഫുഡ് എവിടെ പോയാലും നമ്മ എവിടെ പോയാലില്ലേ സീ ഫുഡ് നോക്കിയേ കഴിക്കാൻ പാടുള്ളൂ. പണി കിട്ടും, നിനക്ക് പണി കിട്ടും. അതല്ലേ ഓവർ പ്രൈസിങ് സീ ഫുഡ്. ഒന്ന് വീഡിയോ കോളിൽ പറഞ്ഞില്ലേ? ആര് നീ പറഞ്ഞില്ലേ? ആ മാൽപേ ഇൻ ടൂറിസ്റ്റ് റൂംസ് അതിന് ഇതൊക്കെ ഉണ്ടോ, കോട്ടേജ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. മഡ്കാ സോഡയുടെ ഫേമസ് ഐറ്റം എന്ന് തോന്നുന്നു. എല്ലാ മഡ് അതായത് മൊന്തയില്ലേ അതിൽ സോഡ ഉണ്ടാക്കി തരും, മസാല ഒക്കെ ഇട്ട്. നിങ്ങൾ മസാല ഇഷ്ടമല്ലാത്ത ഒരാളാണെങ്കിൽ മസാല ഇടിക്കരുത്, അത് നല്ല ശോഭം. ഇതെന്താണ് LGBT ഡ്രസ് പോലെ ഉണ്ടല്ലോ. കൊള്ളാന്ന് പറഞ്ഞത് എല്ലാം കൊള്ളാന്ന് പറഞ്ഞ എല്ലാം കഴിയൂല ബാബ. എന്താ ഇത് നമ്മളെ നീ പിടിക്കും. ഇതെങ്ങനെയുണ്ട്? അപ്പൻ കാലരിഞ്ഞ നമ്മുടെ ചൊടിയുണ്ട്. ചേട്ടനെക്കൊള്ള അനിയനെക്കൊള്ള എക്സ്ട്രാ വാങ്ങിയത് എത്രയാണ്? ഇത് 20 രൂപ എക്സ്ട്രാ എത്ര? അല്ല 3 തന്നെ ആ തോക്കിൻ്റെ ഒപ്പം. ആ ചേട്ടനെ ഇവിടെ വെടിവെച്ചെടുക്കും. ഇത് ക്രോപ്പ് ടോപ്പ് ഒക്കെ ഉണ്ടല്ലോ പറയാം. ഇത് നോക്കാറുന്നില്ലേ? ലോസ് ആഞ്ചലസ് ആണ്. നാളെ വെച്ചേക്ക് ബാബുവാ കുറേ ഡ്രസ്സൊക്കെ തന്നെ കേട്ടോ. നീ ഏതാണ് എടുക്കാൻ വെച്ച് കാണിച്ച്? എവിടെ സാധനം? വിലക്കൂലാണോ? അവളുടെ വലിയ ആഗ്രഹമാണ്, പക്ഷേ വീട്ടുകാരുടെ ഇതിൽ നടത്തി. നാളെ വ്ളോഗ് വരും, അപ്പൊ നമ്മളെ കൊല്ലൂടാ. വീട്ടുകാരൊക്കെ ഇത്തിരി മാറി ചിന്തിക്കുന്ന ടൈമായി. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, അവരവരെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാൻ പറ്റില്ല. ഇനി സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ടൊക്കെ പറ്റുള്ളൂ. അല്ലേ നീ? അല്ലേ അല്ലേ കഴിച്ചു ചേട്ടാ അതിനെത്രയാ ഈ ടോപ്പിന്? എന്തിനാണ് വീട്ടിൽ ആവശ്യത്തിനുണ്ട്. വെട്ടി വെച്ചിട്ട് വറുത്ത് തരും. ഒരു വീഡിയോ എടുക്കുന്നത് മാറിക്കളത്തിട്ട. എനിക്ക് കണ്ടിട്ട് ഇത് വേറെ സാധനമായിട്ടാണ് തോന്നുന്നത്.
ഞാൻ പറ്റും എനിക്ക് മേര മേര ഇതെന്താണ് എനിക്ക് ചിപ്പൂസ് വേണോ വല്ല വേണോടാ ये कितना 250 नहीं भाई 250 വേണ്ട ഏതായാലും എടുത്ത് തലയിൽ വെച്ചില്ലേ പിന്നെ പ്രൈസും കൂടി ചോദിച്ചേക്കാം തൊപ്പി അറിയില്ലെന്ന് എത്ര പറഞ്ഞ ഇതെല്ലാം 100 50 ടാറ്റു സ്റ്റുഡിയോ ഉണ്ടോ ടാറ്റു വർക്കൊക്കെ ചെയ്യും വീട്ടിൽ കയറണമെന്നുള്ള ഇതുകൊണ്ട് ഡാഡി പിന്നെ ഓപ്പൺ മൈൻഡ് ആയതുകൊണ്ട് ഒരു പ്രശ്നമില്ലല്ലോ എത്രയാണോ ചോദിച്ചേക്ക് നല്ലതായിരിക്കും എത്രയാ 250 ആ പൈസ ഇതെല്ലാം 250 ആണോ പകുതി കുറവ് വേറെ കേട്ടോ പകുതി കുറവ് വേറെ ഒരെണ്ണം എടുത്ത് ഇത് കൊള്ളാടാ ഇതാ ഒരിക്ക് ഇത് ഭയങ്കര വലുതല്ലേ റൗണ്ട് വേണമെങ്കിൽ സ്ക്വയർ ടൈപ്പ് മതി എന്നാലും വെച്ച് നോക്കാം റൗണ്ട് ചോക്കുമല്ലേ വേറെ ഉണ്ടോ സ്റ്റീലിൻ്റെ വേറെ ഡാഡി മേടിച്ച് വാങ്ങിയ അത് എത്രേ എടാ എനിക്ക് കുറവ് വാങ്ങണം റൗണ്ട് ഇല്ലല്ലേ ശോകമാണോ കുറവാണെന്നുണ്ട് വാങ്ങിക്കണ 100 ഉള്ളൂ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് സിൽവർ ഇല്ലേ ഇപ്പം വാങ്ങിയ പോലത്തെ ഫ്രെയിം അല്ലെങ്കിൽ അതെടുത്ത് സെയിം എടുത്തരും പുള്ളി ഈ സെറ്റ് കൊള്ളാട് റൈസ് ആയിട്ടുണ്ട് ഇത് കഴിച്ചല്ലേ എടാ ഇത് പൊളിയല്ലേ നോക്കി ഇത് പൊളിയുണ്ട് ഞാൻ സാറിന്റെ താടി കത്തിച്ചേനെ സാറിന്റെ താടി കത്തിക്കും ഞാൻ നമ്മൾ എന്തോ ഒരു കണക്ഷൻ അവന് താടിയില്ല എനിക്ക് കിട്ടിയടാ ബുക്ക് അല്ലേ അവന് താടിയില്ല താടിയുണ്ട് അതാണ് കണക്ക് നിനക്ക് കിട്ടിയില്ലേ എനിക്കും കിട്ടി അതിൽ സമാധാനം സാർ എന്നെ മാത്രം ഒന്നും പറയത്തില്ല നിന്നെ റോമേന്നാ എന്നെ മാത്രം ഒന്നും പറയത്തില്ല ഇതിന്റെ റോമല്ലേ നമ്മളെ പങ്കൻ നിന്ന് ചെയ്യണല്ലേ എന്താ ഇതിലൊരു വജ്രായുധമുണ്ട് ഞാനത് അത് പറയല്ലേ തോങ്ങനെ വേണം അത്രയും വേണോ ചേട്ടനും രണ്ടു വർഷം കഴിയുമ്പോ ആവശ്യം വരും 2 വർഷം കഴിയുമ്പോഴാ കല്യാണത്തിന് നോക്കിയാൽ മതി.
ഇല്ല അയ്യോ ഞാൻ അത്ര പറഞ്ഞില്ല ഇന്നലെ. പിന്നെ പൊട്ടിക്കാൻ മൂന്നാമത്തെ നാലാമത്തെ ഇടുന്നത് അടുത്തെടുക്കൂ. അവിടെ തൊട്ട് ഒട്ടിക്കൊണ്ടിരിക്കുന്നു. ലോഡ് ചെയ്ത് സെറ്റാ നമ്മൾ ലോഡ് ചെയ്ത് സെറ്റാ. നിങ്ങൾക്ക് പൊട്ടിക്കുന്ന എടി 1.5 വയസ്സുള്ള ഒച്ച എങ്ങനെ പൊട്ടി കളിക്കാൻ? ഞാൻ കണ്ടടാ ഹായ് കൊടുത്തു. നീ നമ്മുടെ സലാറല്ലടാ. നമ്മളങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് എല്ലാവരും തിരിച്ച് ബസ്സിൻ്റെ ഇങ്ങോട്ട് വരാൻ വെയിറ്റിംഗ് ആണ്. ഇവര് പൊട്ടിക്കറിയാൻ പാടില്ല. വെടിവെക്കാനും അറിയില്ലേ? പട്ടിനെ മാത്രം എടുക്കാൻ അറിയാൻ കണ്ണിലൊക്കെ അല്ലേ കാപ്പി. എടാ അവിടെ നോക്ക്. കറക്റ്റ് പൊട്ടിക്കണ അറിയാതെ സോ നമ്മളെ കോളേജ് ലൈഫിലെ അവസാനത്തെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. മാൽപ്പേന്ന് സൈനിങ് ഓഫ്. അപ്പം എന്തായാലും ഇനി കൊച്ചി കോളേജ് ലൈഫിൽ അവസാനത്തെ ട്രിപ്പാണ്. എന്താണ് പറയാനുള്ളത്? എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? കുറച്ചു നേരമൊക്കെ പറയണ ശോകമെന്ന് പറയാണ്, കുറച്ചു നേരമൊക്കെ നല്ലോണം. ഇപ്പൊ കളറായി. സാറ് വേറെ വൈബായിരുന്നു. ആളിങ്ങനെയൊന്നുമല്ല ക്ലാസ്സിൽ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. സൂപ്പറായിരുന്നു സാറ്. സാറ് വൈബായിരുന്നു. കോളേജിലെമ്പോ ഈ ഒരു പരിചയം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പറയുന്നു. ഫുഡ് ഷോ ഫുഡ് കഴിച്ചു പുറത്തേക്ക് ബുദ്ധിമുട്ട്. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. എല്ലാവരും ഇന്നത്തെ കൊള്ളായിരുന്നു. പക്ഷെ രാവിലത്തെ കേരള സ്റ്റൈല് കിട്ടിയായിരുന്നു. ഉച്ചക്ക് നല്ല ഫുഡായിരുന്നു. കുത്തരിച്ചോറ് കറികളൊക്കെ കിട്ടിയായിരുന്നു. നൈസായിരുന്നു. ഇത്രേ ഉള്ളൂ. സൂപ്പറായിരുന്നു. സ്വപ്നാമിസും കൊള്ളായിരുന്നു. ക്ലാസ്സിൽ രണ്ടുപേരും ഭയങ്കര ഇതായിരുന്നാണെങ്കിലും ഇതിൽ കൊള്ളായിരുന്നു. ട്രിപ്പിൽ വരുമ്പോ അങ്ങനെ വേണം അവിടെ എല്ലാ ടീച്ചേഴ്സും ആ ഒരു വൈബ് എൻജോയ് ട്രിപ്പ് എങ്ങനെ ഉണ്ടായി? ട്രിപ്പ് ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൂർഗ്, ചിക്കമംഗ്ലൂര്, ദണ്ഡഹല്ലി, ഉടുപ്പി, മാൽപ്പേ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫൈനൽ ബികോം മാർക്കറ്റിങ്ങിലെ എല്ലാ കുട്ടികളും നമ്മുടെ ജിൻസിൻ്റെ ടീമും അതുപോലെ തന്നെ ടൂർ ഓപ്പറേറ്റേഴ്സ് ബ്രദേഴ്സ് ടീമും എല്ലാവരും തന്നെ അടിപൊളിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് നല്ലൊരു വൈബായിരുന്നു. നല്ല ഓവറോൾ ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ്. ബെസ്റ്റ് വിഷസ്. അപ്പം ഇങ്ങനെ നേരം നമ്മൾ നാട്ടിലോട്ട് പിള്ളേരെ അറിയിട്ടില്ല. കേട്ടലാണ് തീരെ മൂട്ടിക്കെ വെട്ടിക്കണം. എന്താണ് നെക്സ്റ്റ് പരിപാടി? അടുത്ത ട്രിപ്പ് കാണാം. അടുത്ത ട്രിപ്പ് ഒന്നും ആയിട്ടില്ല മക്കളെ, കൺഫേം ആയിട്ടില്ല. അതാണ് എന്നാലും ഉണ്ടാവും. ഉണ്ടാവാണ്ടിരിക്കില്ലല്ലോ. മറ്റേത് അയച്ചേനോട്ടോ. എല്ലാം അയച്ചുതരാം. ഒന്ന് സമാധാനപ്പെട്ടു. ഓക്കെ ഓക്കെ ഓക്കെ. ഒന്ന് പേ ചെയ്യണ്ട. ഫോട്ടോടോ ചേട്ടൻ്റെ പേരെന്താ? നല്ല ഡ്രൈവിംഗ് ആണ് കേട്ടോ. അധികം ശോകമൊന്നുമില്ല. നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. അധികം ശോകമില്ല. അല്ല നമുക്ക് കംഫർട്ടായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. കൊള്ളാം. എത്ര വർഷം ഡ്രൈവിംഗ്? 10 വർഷം. 10 വർഷം. ഓക്കെ ഓക്കെ. ചേട്ടൻ്റെ ദിവസമാണ് ഇത് ഓടിക്കാൻ. എവിടെയാണ് എവിടെയാണ് എവിടെ? നീല അവിടെ നിന്ന് വിട്. പിന്നെ ജന്മന വേട്ടക്കാരനായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല.
ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു ശരിയായല്ലോ സേ. കാല് പൊട്ടിയ ചോരവനുണ്ട്. വാഴ അങ്ങനെ വെച്ച് കെട്ടല്ലേ തുമ്പത്തല്ലേ പൊട്ടിയിട്ടുള്ളൂ ഓരോ സൈക്കോ മാറി പറയുവാണെങ്കിൽ ക്ലാസ്സിൽ പോലും എത്താത്ത എന്റെ സ്റ്റുഡൻസ് കറക്റ്റ് ടൂറിന് കഴിയുമ്പോൾ ഞെട്ടിപ്പോയി. കാരണം ക്ലാസ്സിൽ പോലും എത്താത്ത പലരും കറക്റ്റ് ടൈമിനാണ് ടൂറിന് അവിടെ എത്തിയേക്കുന്നത്. രണ്ടാമത്തെ ദിവസം എടുത്തു കഴിഞ്ഞാലും എല്ലാവരും കറക്റ്റ് എത്തി. നമ്മൾ ഇച്ചിരി ഡിലേ ആയാൽ കൂടെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് നമ്മുടെ സ്പോട്ടിലും മറ്റു കാര്യങ്ങളിലൊക്കെ എത്തിപ്പെടാൻ സാധിച്ചു. ടൂറിൻ്റെ ഫസ്റ്റ് നമ്മൾ രണ്ടാമത്തെ ദിവസം 2-ാം തീയതി എടുത്തു കഴിഞ്ഞാലും നമ്മൾ പറഞ്ഞിരിക്കുന്ന കുറച്ച് ലാഗുകൾ നമുക്ക് വന്നിട്ടുണ്ട്. കാരണം നിങ്ങളോട് കറക്റ്റ് സമയത്ത് ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ നേരത്തെ പറഞ്ഞാൽ പോലും നിങ്ങൾ 2 മണിക്കൂർ താമസിച്ച് ഇറങ്ങുള്ളൂ. അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് രണ്ടാമത്തെ ദിവസം. മൂന്നാമത്തെ ദിവസം ആയാലും ടൂറ് വളരെ നല്ല എൻജോയ്മെന്റ് തന്നെയായിരുന്നു, അതിനൊരു സംശയവുമില്ല. ആദ്യത്തെ ദിവസമൊക്കെ നല്ല ഡാൻസ് കളി മേലായിരുന്നു. പിന്നെ എനിക്കറിയില്ല എൻ്റെ പിള്ളേർ ഉറങ്ങിപ്പോയെന്നുള്ളത്. പിന്നെ ഒരു ഡാൻസ് കളി ഒന്നും ഞാൻ കണ്ടില്ല ആരുടെയും. പിന്നെ എല്ലാ ദിവസവും വളരെ ശാന്തമായിട്ടാണ് കണ്ടത്. എനിക്ക് മെയിനായിട്ട് ഇതിനുള്ളിൽ തോന്നിയ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ടൈമിങ് കറക്റ്റായിട്ട് ആരും പാലിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇറങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ ആ സമയത്ത് ഇറങ്ങി ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള ഒരു നമുക്കങ്ങനെ ദേഷ്യപ്പെടേണ്ടതോ അല്ലെങ്കിൽ നമുക്ക് മുഖം മറുത്ത് പറയേണ്ടതോ ആയിട്ടുള്ള ഒരു സാഹചര്യം പോലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഈ ടൈമിങ്ങിൻ്റെ ഒരു കാര്യം മാത്രമാണ് ഒരു നെഗറ്റീവായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളൂ. അതാണ് എൻ്റെ മെയിനായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച്. പിന്നെ കുറച്ചുകൂടി ആക്റ്റീവ് ആകാമായിരുന്നു. കാരണം ദിവസങ്ങളിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒരു പാട്ടൊക്കെ വെച്ച് ഒരു ഡാൻസ് ഒക്കെ കളിക്കുക, അതൊക്കെ ഒരു ഓർമ്മയാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഓർമ്മയാണ് ഡിഗ്രിക്ക് ടൂർ പോകുക എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ കളർഫുൾ ആക്കാമായിരുന്നു. പിന്നെ ഗ്രൂപ്പീസും സാധാരണ ഒക്കെ കുറയാറുണ്ട് ഈ ടൂറൊക്കെ പോകുന്ന സമയങ്ങളിൽ. ക്ലാസ്സുകളിൽ ഒത്തിരി പേരുണ്ടെങ്കിലും ആ ഗ്രൂപ്പുകളുടെ അളവുകൾ കുറച്ച് കുറയും, എല്ലാവരും കൂടെ മിങ്കിളാവും. പക്ഷെ അത് കുറച്ച് കുറവായിട്ടാണ് എനിക്കിവിടെ തോന്നിയത്. പല സ്ഥലങ്ങളിലും എനിക്കത് ലാഗായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ ബാക്കിൻ്റെ കാര്യത്തിൽ.
അത് രണ്ടുമാണ് എനിക്ക് മെയിൻ ആയിട്ടുള്ളത്. ബാക്കി എല്ലാം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ടൂറായിരുന്നു. എല്ലാവരും നന്നായിട്ട് തന്നെ സഹകരിക്കുകയും ചെയ്തു. എല്ലാവരും നന്നായിട്ട് തന്നെ ഇപ്പോൾ സഹകരിച്ചു കഴിഞ്ഞു. ആ ഒരു എല്ലാ കാര്യത്തോടും എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ സഹകരിച്ചു. ഇപ്പം ബോയ്സ് ഗേൾസിനെ നോക്കുന്നതൊക്കെ ആയാലും നന്നായിട്ട് തന്നെ നോക്കി. ഇപ്പം മാൽപ്പയിലാണെങ്കിലും ഓരോ ഗ്രൂപ്പ് തിരിച്ചു വിടുമ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യം ഉണ്ടെന്ന് നമ്മളോട് വന്ന് പറയുമ്പോൾ ഇന്നയാളുടെ കൂടെ ഇന്നയാൾ പോ, 3 പെൺപിള്ളേരുടെ ഒരു ആങ്കുച്ച് പോയെന്ന് പറയുമ്പോൾ ഒരു മടിയും കൂടാതെ എല്ലാവരും ഓരോ ബാച്ചിൻ്റെ കൂടെ ഓരോ ബോയ്സ് ഉണ്ടായിരുന്നു. അത് നമുക്ക് എനിക്ക് ഭയങ്കര ഇതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. കാരണം നമുക്ക് ആ ഒരു പെൺപിള്ളേർ തന്നെയാണല്ലോ പോണത്. കാരണം നമ്മൾ മാൽപ്പയിലൊക്കെ ആദ്യമായിട്ട് പോകുകയാണ്. അപ്പോൾ ഈ രാത്രി സമയങ്ങളിലൊക്കെ ഇറങ്ങുമ്പോൾ ബോയ്സ് ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം നമുക്ക് എപ്പോഴും എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് സാറിനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 8 മണിയായിട്ട് നമ്മൾ വിളിക്കുമ്പോൾ നമ്മളൊരു ഗേൾസിനെ പോലും വിളിച്ചില്ല. ഓരോക്കെ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ വിട്ടൊക്കെ അങ്ങനെ ആമ്പിള്ളേരെ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാം ദൈവം ഇതുവരേക്കും നല്ലതായിട്ട് തന്നെ നടത്തി തന്നിട്ടുണ്ട്. താങ്ക് യു. ഇനി അടുത്തതായി നമ്മുടെ കുട്ടികളിലോട്ട് നമ്മുടെ ടെമ്പിക്കോ മാർക്കറ്റിംഗ് ഓരോരുത്തരായിട്ട് ബൈക്ക് പാസ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമായി തന്നെ ആൻവിൻ അവരുടെയൊക്കെ ഗ്യാങ്ങും അത് വിളിക്കും. അപ്പൊ അതിൻ്റെതായ ഒരു ലാഗം ഉണ്ടായിട്ടില്ല. മെയിനായിട്ട് നല്ല രസമായിരുന്നു. കമ്പനിയായിരുന്നു എല്ലാവരും. ഇപ്പം മിണ്ടാത്ത കുറെ പേരൊക്കെ മിണ്ടിയായിരുന്നു. അധികം അങ്ങോട്ട് എല്ലാവരോടും ഞാൻ മിണ്ടിയിട്ടുണ്ട്. എന്നാലും ഒരുപാട് മിണ്ടാത്ത കുറെ പേരുണ്ട്. അവരും നല്ല രീതിക്ക് മിണ്ടിയായിരുന്നു. അപ്പൊ കമ്പനി അടിക്കാനുള്ള സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. തീരാറായപ്പോഴാണ് കമ്പനി അടിക്കാൻ കിട്ടിയത്. അത് വേറെ കാര്യം. ആകാശമായിട്ടും എല്ലാത്തിനും സപ്പോർട്ട് ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. ബാഗ് എടുക്കാനൊക്കെ ആണെങ്കിലും ഇവിടുത്തെ പാട്ടിലെ സെറ്റപ്പ് ഒക്കെ ആണെങ്കിലും പുള്ളിക്കാരനാണ് വൈബാക്കി തന്നത്. അപ്പൊ പുള്ളിക്കാരനും ഒരു താങ്ക്സ്. പിന്നെ ദിഫാസേട്ടൻ പുള്ളിക്കാരനാണ് ഓൾ ഇൻ ഓൾ. എന്താണ് എല്ലാ പരിപാടിയും ഓർഗനൈസ് ചെയ്ത് കറക്റ്റായിട്ട് നടത്തുകയും ചെയ്ത് അത്യാവശ്യം വൈബും കമ്പനിയൊക്കെ ആയിരുന്നു. ഒപ്പം നിന്ന് ഇപ്പൊ ലാസ്റ്റ് ബീച്ചിൽ പോയപ്പോഴും പുള്ളിക്കാരനാണ് എൻ്റെ ഒപ്പം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത്. അപ്പൊ അതിനും ഒരു പ്രത്യേക താങ്ക്സ്. എല്ലാവരും ടോർച്ച് പാസ് ചെയ്തിരിക്കുന്നു. അവര് നല്ല രീതിക്ക് തന്നെ പിള്ളേരുടെ മൈൻഡിന് തന്നെ ഇരുന്നു. ഞങ്ങളുടെ ആ ഒരു വൈബിനുണ്ടായിരുന്നു. അതിന് സാറിനും മിസ്സിനും താങ്ക് യു സോ മച്ച്. അപ്പോഴായിരിക്കും നൈസ് അടിപൊളിയായിരുന്നു ട്രിപ്പ്. നിർത്താക്കി ഞാൻ മൈക്ക് വായിച്ചു. എൻ്റെ പേര് നീതു. അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. സാറും എനിക്ക് അടിപൊളിയായിരുന്നു. ഞാൻ എൻജോയ് ചെയ്തു. നന്നായിട്ട് എൻജോയ് ചെയ്തു. നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. രണ്ട് വർഷത്തോളക്കാലം സേക്രഡ് ഹാർട്ട് കോളേജിലെ കുട്ടികളായിട്ട് പോയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം 6 വർഷം നമ്മുടെ അക്വിനാസ് കോളേജിലെ കുട്ടികളായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ 2 കോളേജിൽ നിന്നും തുടർച്ചയായിട്ട് 8 വർഷം ദൂരയാത്രയ്ക്ക് പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് കുട്ടികളെ ഒരുപാട് യാത്രകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഓരോ യാത്രയും സ്ഥിരം ഡെസ്റ്റിനേഷനിലായിരിക്കും കുട്ടികൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, നിങ്ങൾ തന്നെ താല്പര്യപ്പെടില്ല സ്ഥിരം പോകുന്നൊരു സ്ഥലത്തോട്ട് പോകാനായിട്ട്. താല്പര്യപ്പെടുമോ? നിങ്ങൾ ചിക്കമംഗ്ലൂർ വീണ്ടും വരാൻ താല്പര്യപ്പെടുമോ? ദണ്ഡവല്ലി വീണ്ടും വരാൻ താല്പര്യപ്പെടുമോ? ഓൾറെഡി പോയിട്ടുണ്ടെന്നേ പറയുള്ളൂ. ഇനി പുതിയ സ്ഥലം നോക്കി ഗോവയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ താല്പര്യപ്പെടും. കാരണം പുതിയ സ്ഥലങ്ങളാണ്. പക്ഷെ ഞങ്ങൾ ടീച്ചേഴ്സ് അങ്ങനെ ഒരു
സ്ഥലങ്ങളിലോട്ട് ഞങ്ങൾക്ക് താല്പര്യം ഞങ്ങൾ കാണിക്കാറില്ല. പക്ഷെ ഞങ്ങളുടെ താല്പര്യം എന്ന് പറയുന്നത് ആ പോകുന്ന യാത്രയുടെ വൈബാണ്. ആ പോകുന്ന യാത്രയിലെ അംഗങ്ങളാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം സെയിമാണ്, ഫുഡും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ ഇതൊക്കെ തന്നെയായിരിക്കും ഓഫർ ചെയ്യാനുള്ളത്. നമ്മുടെ കേരളത്തിന് പുറത്തുള്ള എല്ലാ യാത്രകളിലും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ ഭക്ഷണ സംസ്കാരമല്ല പുറത്തുള്ള ഭക്ഷണ രീതികളൊക്കെ. ഭക്ഷണമൊക്കെ വളരെ മോശമായിരിക്കും, ചിലപ്പോൾ നല്ലതായിരിക്കും, നമ്മുടെ ഭാഗ്യം അനുസരിച്ചിരിക്കും. അപ്പോൾ ഭക്ഷണവും ഈ ഡെസ്റ്റിനേഷനും ഒന്നുമല്ല ഞങ്ങൾ ടീച്ചേഴ്സ് ഇതിനകത്ത് കാണുന്നത്, നിങ്ങളുടെ ഒപ്പമുള്ള ഒരു നല്ല സമയമാണ്. അപ്പോൾ അത് തുടർച്ചയായിട്ട് 8 വർഷം ആ ഒരു നല്ല സമയം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പല കുട്ടികളുമായിട്ടും പല നല്ല ബന്ധങ്ങൾ, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ. ചിലപ്പോൾ അഖിൽ, നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ അഖിൽ സാറ് അഖിൽ ചേട്ടനായി, സ്വപ്ന മിസ് സ്വപ്ന ചേച്ചിയായി, ചിലപ്പോൾ സ്വപ്ന ആൻറ്റി ആവും, അഖിൽ അങ്കിളാവും. ഓക്കെ, അങ്ങനെയൊക്കെ മാറുന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ബന്ധത്തിൻ്റെ ആഴത്തിലാണ് ഈ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിലമതിക്കുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തുടർച്ചയായിട്ട് 6-7 വർഷത്തോളം 8 വർഷത്തോളം യാത്ര പോകുന്ന എനിക്ക് എല്ലാ വർഷവും ഉണ്ടാകുന്നതിനും കാട്ടിയും ഇരട്ടി സന്തോഷമാണ് ഓരോ യാത്ര തരുന്നത്. ഈ വർഷവും എനിക്ക് ഒരുപാട് ഇരട്ടി സന്തോഷമാണ്. കാരണം എനിക്ക് പുതിയ കുറച്ച് നല്ല സുഹൃത്തുക്കളെ, നല്ല വിദ്യാർത്ഥികളെ കിട്ടി. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മൾ ക്ലാസ്സിൽ വെച്ച് കാണുന്നു, അവിടെ ഒരു സിസ്റ്റമാണ്, ആ സിസ്റ്റത്തിൽ നമ്മളിങ്ങനെ പെട്ടിരിക്കുകയാണ്. അവിടെ വരുന്നു, നമ്മൾ ക്ലാസ് എടുക്കുന്നു, പോകുന്നു. പരിധികളുണ്ട് നമ്മൾക്ക് ഒരുപാട്. അപ്പോൾ അവിടെ കൂടുതൽ ഇന്ററാക്ഷൻസ് ഒന്നും പോസിബിൾ അല്ല. കാരണം കൂടുതൽ ഇന്ററാക്ഷൻസ് പോസിബിൾ ആകുകയാണെങ്കിൽ നമ്മൾ പലതും മറക്കേണ്ടി വരും. അങ്ങനെ പലതും മറന്ന് ചെയ്യാൻ നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ സിസ്റ്റത്തിലുള്ളതാകുമ്പോൾ നമുക്ക് ഒരുപാട് പോരായ്മകളാണ്. പക്ഷേ ഇങ്ങനെയുള്ള യാത്രകൾ നമുക്ക് നല്ല ബന്ധങ്ങൾ ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് 45 നല്ല സുഹൃത്തുക്കൾ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ യാത്രയും എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, ഉള്ളതിൽ നിങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞതെങ്കിലും നിങ്ങളാണ് ഏറ്റവും ബെസ്റ്റ്, അത് സത്യമാണ്. ഓക്കെ, അക്വിനാസ് കോളേജിൽ ഇപ്പോൾ നിലവിൽ റൺ ചെയ്യുന്ന ബാച്ചസിൽ യു ആർ ദി ബെസ്റ്റ്. ഓക്കെ, അത് ഏത് കാര്യത്തിലാണെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ, അത് പഠനത്തിന്റെ കാര്യത്തിലാണോ അല്ലെങ്കിൽ മറ്റുള്ള ഫാക്ടേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലോ, ഏത് കാര്യം എടുത്താലും നിങ്ങളാണ് ബെസ്റ്റ്. ഓക്കെ, നിങ്ങൾ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഈ ഒരു യാത്ര പോസിബിൾ ആയത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചാൽ മതി. കാരണം ബിക്കോസ് യു ആർ ദി ബെസ്റ്റ്. നിങ്ങൾ നല്ലവരായതുകൊണ്ടാണ്, നിങ്ങൾ വിശ്വാസമുള്ളത് കൊണ്ടാണ്, നിങ്ങൾ മികച്ചവരായതുകൊണ്ടാണ് ഞങ്ങൾ ടീച്ചേഴ്സിനും ഒരു മടിയും കൂടാതെ 6 ദിവസമെങ്കിൽ 6 ദിവസം, 10 ദിവസമെങ്കിൽ 10 ദിവസം ഒരുങ്ങി വരാൻ സാധിച്ചത്. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ മറ്റു ഡിപ്പാർട്ട്മെന്റ്സ് 10 ദിവസം 6 ദിവസം ഒന്നും പോകാൻ സാധിക്കാത്തത് പൈസയുടെ പ്രശ്നം കൊണ്ടാണോ എന്ന് വിചാരിക്കുന്നുണ്ടോ? അവിടെ ഒരു വിശ്വാസത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. 6 ദിവസവും ഇത്രയും കുട്ടികളായിട്ട് പോകാനുള്ള ഒരു വിശ്വാസം, അത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ ഞങ്ങൾ കാണുന്നു. അപ്പോൾ യു ആർ ദി ബെസ്റ്റ്. നിങ്ങൾ നല്ല കുട്ടികളാണ്, അതെന്ന് നിങ്ങൾ ഓർക്കുക. കാരണം നിങ്ങൾ ബികോം മാർക്കറ്റിംഗിൽ ജോയിൻ ചെയ്തുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ നല്ല കുട്ടികളാണ്. ജനറലി യു ആർ ഗുഡ്. നിങ്ങളുള്ളിൽ നല്ലതുണ്ട്. ആ നല്ലത് എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ നല്ലവരാണ്. അത് നല്ലത് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളോടൊപ്പം 6 ദിവസം അല്ലെങ്കിൽ 60 ദിവസമാണെങ്കിലും 600 ദിവസമാണെങ്കിലും ഞങ്ങൾ ടീച്ചേഴ്സ് വരാൻ റെഡിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ദിവസത്തെ യാത്രയിൽ ഉടനീളം പോവുകയാണെങ്കിൽ പോകുന്ന സ്ഥിരം സ്ഥലങ്ങളിൽ തന്നെ പോയത്. അതുകൊണ്ട് തന്നെ സ്ഥലങ്ങളെ കുറിച്ച് അഭിപ്രായം പറയാൻ ഞാനില്ല. നിങ്ങളാണ് അതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്കാണ്. അപ്പോൾ നിങ്ങൾ വിശദമായിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. പക്ഷേ 1-2 ആൾക്കാരോട് നന്ദി പറയാതെ പോയാൽ ശരിയാവില്ല. ഈ ഒരു യാത്ര നടത്തുവാൻ നിശ്ചയമെടുത്ത് മുന്നോട്ടിറങ്ങിയ ക്ലാസ്സിലെ 3-4 കുട്ടികളുണ്ടാവും. അവരെ ഞാൻ എടുത്ത് പ്രശംസിക്കുകയാണ്. കാരണം അവർ 3-4 ആൾക്കാരുടെ ഇനീഷ്യേറ്റീവിലാണ് കാര്യങ്ങൾ റൺ ചെയ്യുന്നത്. പൊതുവെ അങ്ങനെയാണ് നമ്മുടെ കോളേജിൽ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളിൽ ഇതിനു വേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്ത, പേരെടുത്ത് പറയാത്ത നമ്മുടെ കുട്ടികളെ, പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല, നമ്മളിപ്പോൾ ഓൾറെഡി എല്ലാവരും പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞു. ആൽഫ്രഡ്, രോഹിത്, റോഷൻ, പിന്നെ നീൽ,
പിന്നെ ആരൊക്കെയാണ്? അജൽ, അനുരൂപ, അനന്തു, പിന്നെ എല്ലാവരും, നിങ്ങളെല്ലാവരെയും, പിന്നെ അതോടൊപ്പം ഇവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും. ഈ പേരെടുത്ത് പറയുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലവരും ഇൻഡയറക്ട്ലിയും ഡയറക്ട്ലിയും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇൻഡയറക്ട്ലി സപ്പോർട്ട് ചെയ്ത ആൾക്കാർ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പേരെടുത്ത് ഞാൻ പറയാത്തത്. അപ്പോൾ പേരെടുത്ത് പറഞ്ഞെങ്കിൽ അതും പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർവാഹം ഇല്ലാത്തതുകൊണ്ട് പേരെടുത്ത് പറയുകയാണ്. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്തും ഇതിന് ചുക്കാൻ പിടിച്ചതും ക്ലാസ്സിൻ്റെ പുറകെ നടന്ന് പൈസ പിരിക്കാനും അത് കളക്ട് ചെയ്യാനും ഈ ഭിന്നമായിട്ട് നിൽക്കുന്ന ക്ലാസ്സിനെ ഒരുമിച്ച് നിർത്താനും എല്ലാവരും പറഞ്ഞ് ഏകോപിപ്പിച്ച് ഒരു സ്ഥലം കണ്ടെത്തി ആ സ്ഥലം ഫിക്സ് ചെയ്യാനും ആദ്യത്തെ ടൂർ ഓപ്പറേറ്റർ കണ്ട് അത് മുടങ്ങി രണ്ടാമത് ടൂർ ഓപ്പറേറ്റർ കണ്ടുപിടിക്കാനും അത് പറഞ്ഞ് എല്ലാവരും വീട്ടിൽ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാനും കൺസൾട്ടേഴ്സ് കൊണ്ടുവരാനും അങ്ങനെ ഇതിൻ്റെ പുറകിൽ ഒരുപാട് മാൻ എഫേർട്ട് ഉണ്ട്. നിസ്സാര പരിപാടിയല്ല, അത് നിങ്ങൾ വിചാരിക്കേണ്ട, നിസ്സാര പരിപാടിയല്ല. അപ്പോൾ ആ നിസ്സാരമായ ഒരു പരിപാടി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അവർ ഒരുപാട് ആൾക്കാരുടെ അഹോരാത്രമായ പ്രയത്നം കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ പരിശ്രമം ഇവിടെ ഫലമണിഞ്ഞിരിക്കുകയാണ്. മുന്നോട്ടും ഈ ഒരു നന്മയും ഈ ഒരു എഫേർട്ടും കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫൈനൽ ബികോം മാർക്കറ്റിംഗ്. മുന്നോട്ട് എല്ലാ നന്മകളും ഉണ്ടാകും. പിന്നെ നമ്മുടെ ഈ യാത്ര ഇത്ര സുഖകരമായി തന്നത് ഫോഡോ പ്രൊഫൈൽ അല്ലേ, ഫോഡോഫിൽ ടൂർ ഓപ്പറേറ്റേഴ്സ് ആണ്. ഫോഡോഫിൽ ടൂർ ഓപ്പറേറ്റേഴ്സായ ജിഫാസും അനീഷും അഖിലും, പ്രത്യേകം ആകാശ് അനീഷ് അഖിലാണ്. ഓക്കെ, അഖിലിനും പ്രത്യേകം ബ്രദേഴ്സ് ഹോളിഡേയ്സിനും പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം നമ്മൾ എല്ലാ ദൂരയാത്രക്കും പോകുമ്പോൾ നമ്മളെ ഓരോ വിവിധ തരം ടൂർ ഓപ്പറേറ്റേഴ്സാണ് നമ്മൾ കൈകാര്യം ചെയ്ത് പോകുന്നത്. ഞാൻ ഇപ്രാവശ്യം വളരെ സമാധാനത്തോടു കൂടിയാണ് കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയത്. കാരണം ജിൻസൺ എൻ്റെ കൂട്ടുകാരനാണ്. അതുപോലെ തന്നെ പല മുൻകാല പരിചയമുള്ള ഈ ഫീൽഡിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ബ്രദേഴ്സ് ട്രാവലേഴ്സും ഫോഡോഫിൽ ടൂർ ഓപ്പറേറ്റേഴ്സും നമ്മുടെ ടൂർ ഓപ്പറേറ്ററായ ജിഫാസും അനീഷും അഖിലും ഒക്കെ ഉള്ളപ്പോൾ നമ്മുടെ ടൂർ ഭംഗിയായി. അഖിലും ആകാശം പിന്നെ അഖിലും. അതുപോലെ തന്നെ ഈ ടൂറിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ദൂരീകരിക്കാനായിട്ട് സഹകരിച്ച കുറച്ച് വിദ്യാർത്ഥികളുണ്ട്. പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ കുറച്ച് കുട്ടികൾ ഞങ്ങൾ വരാൻ സാറേ കുഴപ്പമില്ല, ഞങ്ങൾ വരാം, അങ്ങനെ പൈസയുടെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ ക്ലാസ്സിലെ പ്രശ്നമല്ലേ, അത് ഞങ്ങളുടെ പ്രശ്നമാണെന്ന് തന്നെ ഏറ്റെടുത്ത് വന്ന കുറേ കുട്ടികളുണ്ട്. അവർക്ക് താല്പര്യമൊന്നും ഉണ്ടായില്ല വരാനായിട്ട്, കാരണം അവരുടെ കൂട്ടത്തിലുള്ള കുറേ ആൾക്കാർ വന്നുമില്ല. പക്ഷെ എന്നാലും ഈ ടൂർ നടക്കണം, എല്ലാവരുടെയും സാമ്പത്തികമായിട്ടുള്ള ബേർഡൻ കുറയണമെന്ന് വിചാരിച്ച് കുറച്ച് ആൾക്കാർ മുന്നോട്ട് ഇറങ്ങി വന്നു. അവരോടും പ്രത്യേകം നന്ദി പറയുകയാണ്. പിന്നെ ഈ ടൂറിന് സഹകരിച്ച ടീച്ചേഴ്സിനോട് സഹകരിച്ച നിങ്ങളെല്ലാവർക്കും നന്ദി, എല്ലാ നന്മകളും നേരുകയാണ്. ഇനി മുന്നോട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവിധ ഭാഗങ്ങളും നേരുകയാണ്. താങ്ക് യു.